ഹൂത്തികളുടെ യമനിൽ ഹൂത്തികൾ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യക്കെതിരെയുള്ള യുദ്ധം തുടങ്ങി. സൗദി അറേബ്യ വളരെ സ്ട്രാറ്റജിക്കായി ഇറാൻ അനുകൂലമായിട്ടും അമേരിക്കയെ ഇടയ്ക്കൊന്ന് വെറുപ്പിക്കുന്ന പല രീതികളൊക്കെ ചെയ്തു തുടങ്ങിയിടത്തുനിന്ന് ഇപ്പോൾ ഇറാൻ്റെ മിലിഷ്യ എന്ന് വിളിക്കാവുന്ന ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ നേരിട്ടുള്ള യുദ്ധത്തിലേക്കും സൗദി കപ്പലുകൾ ആക്രമിക്കുന്നതിലേക്കും റെഡ് സീയിലെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്ന് എണ്ണ പോകുന്ന 2 കടലിടുക്കുകളിലും ഏതാണ്ട് തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെയാണ് മെക്ക അഗ്രിമെൻറ്റിൻ്റെ പ്രസക്തി വരുന്നത്. പാകിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട പ്ലെയറായി വരുന്നത്. ഇതൊക്കെ മറ്റ് യുദ്ധം എന്താവും നമുക്കറിയില്ല. മറ്റ് പല കാര്യങ്ങളും പാകിസ്ഥാനും സൗദിയും തുർക്കിയും ചേർന്ന് പുതിയൊരു ഒരു സഖ്യം രൂപപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ ഇറാനുമായുള്ള സമാധാനത്തിനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന ഹൂത്തികളോട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ കപ്പലുകൾ റെഡ് സീയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങളുടെ രാജ്യത്തിനെതിരായ ആക്രമണമായി കണക്കാക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യും. പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത, ഇത് വെറും ഒരു തുക്കട രാഷ്ട്രമല്ല, അണുവായുധമുള്ള രാജ്യമാണ്. ഇവരെക്കാളുമൊക്കെ സൈനിക ശക്തിയും മറ്റു കാര്യങ്ങളിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൈനിക ബലമുള്ള രാജ്യമാണ്. അതൊരു പ്രധാനപ്പെട്ട പ്ലെയറായി വരുന്ന ഒരു കളി കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇന്ത്യക്ക് വളരെ ദോഷകരം ചെയ്യാവുന്ന, പാകിസ്ഥാൻ ഒരു മേജർ പ്ലെയറായി മാറിയ ഒരു ലോക സാഹചര്യമുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇറാൻ എന്നെങ്കിലും വീഴുമായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഈ കുറുക്കൻ്റെ കഥ പോലെ എന്നെങ്കിലും കാളയുടെ ശരീരത്തിന് ഇറച്ചി താഴേക്ക് വീഴും എന്ന് വിചാരിച്ച് കാളയുടെ പുറകെ നടക്കുന്ന കുറുക്കൻ്റെ ഒരു കഥയുണ്ട് പഞ്ചതന്ത്രത്തിൽ. ഏതാണ്ട് ആ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഈ അമേരിക്ക വിചാരിക്കുന്നത് ഇനിയും നാണം കെടാൻ പറ്റില്ല, നമുക്ക് കാത്തിരിക്കാം. പക്ഷേ നോക്കൂ, അമേരിക്കയുടെ എല്ലാ സ്ട്രാറ്റജിയും ഒരാഴ്ചക്കപ്പുറം നിൽക്കില്ല. ഇറാനെ ഭസ്മീകരിക്കും എന്ന് തീരുമാനിച്ച് 2 ആഴ്ച മുമ്പാണ് വീണ്ടും യുദ്ധം പുനരാരംഭിച്ചത്. ഒരു കല്ല് ഇവിടെ വീണാൽ, അല്ല ഒരു ബോംബ് ഇവിടെ വീണാൽ, ഒരു ഡ്രോൺ അപ്പുറത്ത് സൗദിയുടെ നെഞ്ചത്തോ UAEയുടെ നെഞ്ചത്തോ കുവൈറ്റിൻ്റെ അല്ല കപ്പൽപ്പടയുടെ അടുത്ത് കിടക്കുന്ന കെട്ടിടങ്ങളിലോ മുകളിലേക്ക് വീഴുന്നൊരു സാഹചര്യത്തിൽ അവസാനം ഗൾഫ് രാജ്യങ്ങൾ തന്നെ പറഞ്ഞിട്ടാണ് അമേരിക്ക യുദ്ധം നിർത്തിയത്. അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇറാനെ തകർക്കാൻ ശ്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കുന്ന മുഴുവൻ ഈ രാജ്യങ്ങൾക്കാണ്. ഇതൊരു പഴയൊരു സമാനമായ സാഹചര്യമുണ്ട്. അന്ന് കുവൈറ്റ് ആക്രമിച്ച ശേഷം സദാം ഹുസൈൻ അവിടെ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും അമേരിക്കൻ മിസൈൽ ഇറാഖിന് നേരെ വന്നാൽ ഇറാഖ് ആക്രമിക്കുക ഇസ്രായേലിനാണ്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് സ്കഡ് മിസൈലിനെ കുറിച്ച് സ്കഡ് മിസൈൽ ഹൈഫയിലേക്ക് പോകും. ഇറാൻ എങ്ങാനും തിരിച്ചടിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഗെയിം മാറ്റും. അത് കുറേ ദിവസം ഇങ്ങനെ ക്ലോസ് അന്നാണ് നമ്മൾ ആദ്യമായിട്ട് പാട്രിയറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. സ്കഡ് മിസൈൽ അങ്ങോട്ടേക്ക് അയക്കും. അന്നാണ് ആദ്യമായി പാട്രിയറ്റ് മിസൈൽ വേദ സംവിധാനം അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്നത്. ഈ വരുന്ന മിസൈലിനെ വേറൊരു മിസൈൽ കൊണ്ട് അടിച്ചിടുക എന്നുള്ളത്. അങ്ങനെയാണ് ഈ പാട്രിയറ്റ് തുടങ്ങുന്നത്. അതേ പ്ലേ ബുക്കാണ് ഇപ്പോൾ ഇറാൻ ചെയ്തത്. ഞങ്ങളെ ആക്രമിച്ചാൽ ഗൾഫ് രാജ്യങ്ങളെ ഞങ്ങൾ ചുട്ടുകരിക്കും. അവസാനം ഗൾഫിലെ അമീർമാരെല്ലാം പോയി അമേരിക്കയുടെ കാലിൽ വീണ് നിങ്ങൾ നിർത്തിയേ പറ്റുമോ, അല്ലെങ്കിൽ പെറുക്കിക്കൊണ്ട് നിങ്ങളുടെ കപ്പലും മറ്റ് സാധനങ്ങളും കൊണ്ട് സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞാണ് നിർത്തിയത്. വീണ്ടും ഒന്നും സംഭവിക്കാത്ത ഒരാഴ്ച കടന്നു പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റാതിരിക്കും എന്ന് ആലോചിച്ച് വട്ടായി സായിപ്പ് നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറാനെ ആക്രമിച്ചാൽ ഇതാണ് അവസ്ഥ. ആക്രമിക്കാതിരുന്നാലോ ഇതിങ്ങനൊരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് പോകും. അപ്പോഴേക്കും ലോകം മറ്റ് പല വഴികളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എണ്ണ വരുന്നില്ല, അതൊരു ഫാക്റ്റാണ്. അപ്പോൾ മറ്റു പല ഫുജിയറ വഴി കപ്പൽ അയക്കാൻ പറ്റുമോ എന്ന് UAE നോക്കുന്നുണ്ട്, സൗദി നോക്കുന്നുണ്ട്, വേറെ സ്ഥലങ്ങളിൽ നോക്കുന്നുണ്ട്. അങ്ങനെ പൈപ്പ് ലൈൻ വഴി എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് വരാം. ഒരു 4-5 വർഷത്തിനുള്ളിൽ ഒരു കാരണവശാലും ഈ 2 കടലുകളെ ആശ്രയിക്കാതെ എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റുമോ എന്ന് ഗൾഫ് രാജ്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരു വലിയ സ്റ്റാൻഡ് സ്റ്റില്ലാണ്. നമ്മുടെ ഭാഗ്യത്തിന് എണ്ണ വില കൂടുന്നില്ല, കൂടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എങ്ങനെയാണോ 5.5 മാസം മുമ്പ് കാര്യങ്ങൾ തുടങ്ങിയത് അവിടെ തന്നെ നിൽക്കുന്നു. ഹോർമൂസ് സ്ട്രെയ്റ്റിൽ ഏതാണ്ട് പൂർണ്ണമായും സ്റ്റാൻഡ് സ്റ്റിൽ. തൊട്ടപ്പുറത്തുള്ള റെഡ് സീയും അവിടെയുള്ള ബാബൽ മന്ദിബ് സ്ട്രെയ്റ്റിൽ ഏതാണ്ട് കപ്പലിൻ്റെ ഗതാഗതം തടസ്സപ്പെടുന്നത് ഇപ്പുറത്തുള്ള അതേ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ലോകം ഒരു വലിയ റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ച് ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത പേടി അത് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്.